നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകളുടെ ഉപദ്രവത്തിൽ നിന്നും അഥവാ ജിന്നുകളിൽ നിന്നും വഅൈനിൽ ഇൻസാനി മനുഷ്യരുടെ കണ്ണേറിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടിയിരുന്നു. അപ്പോൾ ജിന്നുകളുടെ ശല്യമുണ്ട്. അത് വസ്വാസാകാം, അവർ ഉണ്ടാക്കി തീർക്കുന്ന വസ്വാസുകളാവാം. അതേപോലെ തന്നെ സിഹറിന്റെയും കണ്ണേറിന്റെയും ആളുകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ജിന്നുകളിലൂടെ ഉണ്ടാവാം. പല രോഗങ്ങളും ജിന്നുകളിലൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജിന്ന് ബാധയുണ്ട്. ഇതൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ നിലക്ക് പല നിലക്കുമുള്ള ഷർറുകൾ ജിന്നുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അത്തരം ഷർറുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നു. വഅൈനിൽ ഇൻസാൻ മനുഷ്യരുടെ കണ്ണേറിൽ നിന്നും. അപ്പോൾ കണ്ണേറ് യാഥാർത്ഥ്യമാണ്, ജിന്നുകളുടെ ശല്യവും യാഥാർത്ഥ്യമാണ് എന്ന് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവയിൽ നിന്ന് കാവൽ തേടിയിരുന്നു. ഹത്താ നസലത്തിൽ മുഅവ്വിദതാൻ, മുഅവ്വിദതാനി ഇറങ്ങുന്നതുവരെ. ഏതാണ് ഈ മുഅവ്വിദതാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസുമാണ്. എല്ലാ നിലക്കുമുള്ള കണ്ണേറിൽ നിന്ന്, അസൂയയിൽ നിന്ന്, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന്, പിശാചിന്റെ പ്രേരണകളിൽ നിന്ന്, വസ്വാസുകളിൽ നിന്ന് എല്ലാം, അതേപോലെ തന്നെ സിഹർ ചെയ്യുന്ന ആളുകളുടെ കെടുതികളിൽ നിന്നൊക്കെ രക്ഷ തേടിക്കൊണ്ടുള്ള അധ്യായങ്ങളാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. അവക്ക്